ഈ കാലഘട്ടത്തിലും ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കാനുണ്ട്. ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ഈ കാലഘട്ടത്തിലും ദൈവഭക്തയായ സ്ത്രീകൾ എന്ന നിലയിൽ നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ദൈവം നമുക്ക് ഡിഫറെന്റ് റോൾസ് ആണ് തന്നിട്ടുള്ളത്. ഈ റോൾസിൽ നമുക്ക് എങ്ങനെയാ പ്രയോജനപ്പെടാനായിട്ട് കഴിയുന്നത്? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ ഒരു ലോകം, നമ്മൾ ആയിരിക്കുന്ന ഈ ഒരു സമൂഹം, നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കും. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഈവൻ നമ്മള് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഉദ്ധരിച്ച് പറയുന്ന വാക്യങ്ങൾ സത്യമാണ്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കാൻ കഴിയാതെ പലരുടെയും കണ്ണടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ മറന്നു പോകരുതാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തുകൊണ്ട് ജനം പല സമയത്തും രക്ഷിക്കപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നത്? ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തരായില്ല. അതും കൂടി അതിന്റെ കാരണമുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ തന്നെ ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മളിൽ പലരും കപടഭക്തിയിലും അവിശ്വസ്തരായിരുന്നുമൊക്കെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയത് കൊണ്ടാണ് പലരും ദൈവസന്നിധിയിൽ ആകേണ്ടതുപോലെ ആകാതെ ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? യേശു കർത്താവിനെ വിശ്വാസത്താൽ രക്ഷകനായി സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരുടെയും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? വിശ്വസിച്ച യേശു കർത്താവിന്റെ മക്കളായി തീർന്ന നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് വേൾഡ്, മറ്റുള്ളവരെ സ്വാധീനിക്കുക. ഈ വിശ്വാസ സത്യങ്ങളിൽ കൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുക. വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പ് അതാ. കർത്താവിനെ യഥാർത്ഥമായിട്ട് അറിഞ്ഞ ഒരു ദൈവ പൈതൽ ഒരിക്കലും മൗനമായിട്ടിരിക്കത്തില്ല. ആ ദൈവ പൈതലിന് ഒരിക്കലും ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റത്തില്ല. ആകയാൽ നമ്മൾ ആയിരിക്കുന്ന ഈ ഒരു സമയം വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചിന്തിക്കാം, നമ്മളിൽ വന്നുപോയ വീഴ്ച എന്താണ്, നമ്മൾ എവിടെയാണ് തിരുത്തൽ പ്രാപിക്കേണ്ടത്, നമ്മൾ എവിടുന്നാണ് എഴുന്നേൽക്കേണ്ടത്, എങ്ങനെയാണ് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ എന്ന നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ദൈവത്തിന് എന്താണ് ചെയ്തെടുക്കാനുള്ളത്. നമുക്ക് ഒരുമിച്ച് 3 ദിവസം അത് ധ്യാനിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ സഹോദരന്മാരും അങ്കിളുമാരും ഒക്കെയും ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ടല്ലോ. ഇതിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ സ്ത്രീകളാണല്ലോ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ്. ഒരു സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട് അല്ലെ? ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയുണ്ട്. എല്ലാവരും കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ ഓരോരുത്തരെയും ദൈവമാക്കി വെച്ചിരിക്കുന്ന ജെൻഡർ അനുസരിച്ച് മകൻ, മകൾ, അതുപോലെ സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, അമ്മ, അപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ റോൾസ് ആണ് ദൈവം നമ്മളെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ ആക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് സ്ത്രീകളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ ജനിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ അവളുടെ റോൾ എന്ന് പറയുന്നത് ഒരു മകളായിട്ടാണ്. ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിന്റെ ആദ്യത്തെ റോൾ ചെയ്തു തുടങ്ങുന്നത്. ഇന്ന് ഞാൻ ചില യങ് ഗേൾസിനെ കൂടെ കാണുന്നു. നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ മറ്റുള്ളവരും കൂടെ കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ ചിന്തിക്കുക വിമൻസ് കോൺഫറൻസ് അല്ലെ ലേഡീസ് മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പം പ്രായമുള്ള ആന്റിമാർക്കുള്ളതാ, കല്യാണം കഴിച്ചവർക്കുള്ളതാ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ഉള്ളിൽ. എന്നാൽ ഇന്ന് ഈ ലേഡീസ് മീറ്റിംഗ് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള യങ് ഗേൾസിൽ നിന്നുകൊണ്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ആദ്യ പടി ആരംഭിക്കുന്ന ഒരു മകൾ എന്ന് പറയുന്ന ആ ഉത്തരവാദിത്വത്തിൽ കൂടിയാണ്. ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ മകൾ എന്ന ആ റോളിനെ വളരെ അധികമായി ദൈവത്തിന്റെ വചനം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. മകൾ എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു റോളാണ് പ്രിയമുള്ളവരെ. നമുക്ക് അത് ധ്യാനിക്കാനായിട്ട് ഒരു വചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒരാൾ ദൈവവചനം എടുത്തു വായിക്കണം. സങ്കീർത്തനങ്ങൾ 114 അധ്യായം 12 വാക്യം. സങ്കീർത്തനങ്ങൾ 144 അധ്യായം 12 വാക്യം. സങ്കീർത്തനങ്ങൾ
144 12-ാം വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. താങ്ക് യു ആന്റി. നമ്മൾ ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വാക്യം ഞാൻ ശ്രദ്ധിച്ചത് ഈ ദിവസങ്ങളിലാണ്. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. അവിടെ ആദ്യം പുത്രന്മാരെ കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ പുത്രിമാരെ കുറിച്ചുള്ള ഒരു പരാമർശം അവിടെ കൊടുത്തിട്ടുണ്ട്. പുത്രന്മാരെ കുറിച്ചും കൂടെ നമുക്ക് ധ്യാനിക്കുന്നത് അനുഗ്രഹമാണ്. എന്നാൽ ഞാനത് കൂടുതലും പുത്രിമാരോടുള്ള ബന്ധത്തിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നോക്കണം, ദാവീദിന്റെ ഒരു സങ്കീർത്തനമായിട്ടാണ് നമ്മൾ ആ സങ്കീർത്തനത്തെ കാണുന്നത്. അവിടെ നോക്കി ദാവീദ് പരാമർശിച്ചിരിക്കുന്ന കാര്യം കണ്ടോ? ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ ഇരിക്കട്ടെ. നമ്മളത് ഇംഗ്ലീഷിലൊക്കെ മനസ്സിലാക്കുമ്പോൾ അതൊരു എന്താ മനസ്സിലാക്കുന്നത്, ഒരു ബിൽഡിങ്ങിന്റെ, ഒരു ടെമ്പിളിന്റെ കോർണറായിട്ടുള്ള കോളം, ആ ഒരു തൂണ്, ഈ അർത്ഥത്തിലാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവവചനം ഒക്കെ എഴുതിയ കാലഘട്ടം ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമമൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വലിയ വലിയ സൗധങ്ങൾ, പ്രത്യേകിച്ച് രാജാവിന്റെ കൊട്ടാരം, ആലയം, ഇതൊക്കെ പണിയുന്ന സമയത്ത് അന്നും ഇന്നും വളരെ പ്രധാനമാണ് തൂണുകളുടെ സ്ഥാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലൊക്കെ വലിയ വലിയ സൗധങ്ങൾ പണിയുമ്പോൾ തൂണുകളുടെ ബലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ അടിസ്ഥാനം കഴിഞ്ഞാൽ പിന്നെ തൂണുകളുടെ ബലത്തിലാണ് ആ സൗധം നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന കണ്ടോ, മൂലത്തൂണുകൾ പോലെ എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? മൂലത്തൂണുകൾ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുമാത്രം ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ താജ്മഹൽ പോലെയുള്ള ഇടത്തൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇങ്ങനത്തെ പുരാതനമായിട്ടുള്ള സൗധങ്ങളുടെ ഒക്കെ കൺസ്ട്രക്ഷൻ, ആ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. ഒന്ന് ഇമാജിൻ ചെയ്യാമോ? ഒരു വലിയ കൊട്ടാരത്തിന്റെ അല്ലെ ഒരു വലിയ സൗധത്തിന്റെ മൂലത്തൂണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയും, തൂണായിട്ട് നിൽക്കുന്ന ആ സ്ട്രക്ചറിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാമോ? സാധാരണ മൂലത്തൂണുകൾ അല്ലെങ്കിൽ കോർണർ, മൂല സൈഡിൽ വരുന്ന ആ തൂണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഭിത്തികളെ ചേർത്ത് വെക്കുന്നതാണ് ആ മൂലത്തൂൺ എന്ന് പറയുന്നത്. 2 ഭിത്തികളെ ഒരുമിപ്പിച്ച് ചേർത്ത് വെക്കുന്നതാണ് മൂലത്തൂൺ. നിങ്ങൾക്കത് ഒന്ന് ഇമാജിൻ ചെയ്യാമോ? ആ മൂലത്തൂൺ ഇരിക്കുന്നത് 2 ഭിത്തികളെ ചേർത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൂണുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് അവരത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കാര്യം ഈ തൂണുകൾ ബലമുള്ളതായിരിക്കണം, ഈ തൂണുകൾ ഏറ്റവും മനോഹരമായി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കണം, ഈ തൂണുകൾ ഏറ്റവും നല്ല മെറ്റൽസ് കൊണ്ട്, ഏറ്റവും നല്ല പ്രഷ്യസ് കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. അല്ലാത്ത പക്ഷം ഈ 2 ഭിത്തികളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന മൂലത്തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചാൽ അത് സൗധത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും ഈ ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? രാജാവിന് വസിക്കാൻ വേണ്ടി. പ്രിയമുള്ളവരെ, എന്റെ പ്രിയ സഹോദരിമാരെ, ഇങ്ങനെയാണ് പുത്രിമാരെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. പുത്രിമാരെ മൂലത്തൂണുകൾ പോലെയാണ് ഉപമിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? 2 ഭിത്തികളെ ഒരുമിപ്പിച്ച് ചേർത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഫംഗ്ഷനാണ് ഈ മൂലത്തൂൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്ന കുടുംബത്തിൽ ഒരു മൂലത്തൂൺ പോലെ പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലായിരിക്കും, നമ്മുടെ പേരൻസിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സിബ്ലിങ്സിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ റിലേറ്റീവ്സിനോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു മൂലത്തൂൺ പോലെ 2 ഭിത്തികളെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മൂലത്തൂൺ പോലെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിനകത്ത് പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ ബലപ്പെടുത്താൻ പാകത്തിന് ആത്മീക പക്വത നമ്മളിൽ വന്നിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ കുറിച്ച് അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മൂലത്തൂൺ എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് ചേർന്നിരിക്കുന്ന ഒരു പദം കൂടെയുണ്ട്, ബിൽഡ്, പണിയുക എന്ന് പറയുന്ന ഒരു പ്രയോഗം. നമ്മൾ പഴയ നിയമമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കൾച്ചറിൽ സാധാരണ പെൺകുട്ടികൾക്ക് പേരിടുമ്പോൾ, പെൺകുട്ടികൾക്ക് മാത്രമല്ല പേരിടുന്ന സമയത്ത് നല്ല അർത്ഥത്തോടു കൂടിയുള്ള പേരുകളാണ് സാധാരണ ഇടുന്നത്. എന്ന് വെച്ചാൽ
പ്രത്യേകിച്ച് പെൺകുട്ടികളോടുള്ള ബന്ധത്തിൽ അവരുടെ പേരിന് ഒരുപക്ഷെ നേരിട്ട അർത്ഥമില്ലെങ്കിൽ തന്നെയും പേര് കൊടുക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ദൈവികമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അവര് പണിയുന്നവരായി തീരണം. നമ്മൾ രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട് ലിയായിനെയും റേച്ചലിനെയും കുറിച്ച്. ലേയ, റാഹേൽ എന്ന് പറയുന്ന ആ മേട്രിയാക്സിനെ കുറിച്ച് അവിടെ പരാമർശമുണ്ട്. അവിടെ പറയുന്ന എന്താണെന്നറിയാമോ? ഇവരല്ലോ ഇസ്രായേൽ ഗൃഹം പണിതവർ. അവിടെ നമ്മൾ ആ പദം പണിയുക എന്ന് പറയുന്ന ആ പദം അവിടെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. അതൊരു എന്താ പറയുന്നത്, ഒരു ഫിസിക്കൽ അർത്ഥത്തിലാണ് അത് പറയുന്നത് എങ്കിൽ തന്നെയും നമുക്കത് ആത്മീക അർത്ഥത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പുത്രിമാർ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരെയും ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. പണിയുക എന്ന അർത്ഥത്തിൽ, പ്രത്യേകിച്ച് വിവാഹപ്രായമായ പെൺകുട്ടികൾ ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. ഓരോ പെൺകുട്ടികളും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ പണിയുക എന്നൊരു പർപ്പസോട് കൂടെയാണ് ദൈവമാക്കി വെച്ചിരിക്കുന്നത്. പണിയുക എന്ന വാക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പണി കൊടുക്കാനല്ല, പണിയുക എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ വിചാരിച്ചാൽ പൊളിക്കാൻ കഴിയും. നമ്മൾ വിചാരിച്ചാൽ ചില കാര്യങ്ങളെ നശിപ്പിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ കോളിംഗ് ഡിസ്ട്രോയ് ചെയ്യാനല്ല, ബിൽഡ് ചെയ്യാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും കോളിംഗ് എന്നുള്ളത് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ആ ഒരു പ്രത്യേക ഘട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, എന്നെ അയക്കാൻ പോകുന്ന കുടുംബത്തിൽ അവിടെ ഒരു നല്ല ക്രിസ്തീയ പണി നടത്തുന്ന ഒരു പെൺകുട്ടിയായിട്ട് എന്നെ ഉപയോഗിക്കണമേ. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പൊളിക്കാൻ കഴിയും. പൊളിക്കാൻ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളവരാ. പക്ഷെ അതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, പണിയാൻ വേണ്ടിയാ. ഒരു മൂലത്തൂൺ പോലെ, 2 ഭിത്തികളെ ചേർത്ത് നിർത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന മൂലത്തൂൺ പോലെ ഉള്ള ഒരു ഫംഗ്ഷനാണ് പെൺകുട്ടികൾ എന്ന നിലയിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മറന്നു പോകരുത്. നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കണം. ബിൽഡ് അല്ലെങ്കിൽ ഈ ഒരു മൂലത്തൂൺ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാജാവ് വസിക്കാൻ വേണ്ടിയാണ് ആ ഒരു കൊട്ടാരം പണിയുന്നത്. അതിന്റെ മൂലത്തൂണായിട്ടാണ് ഈ പ്രധാന തൂണിനെ നിർത്തിയിരിക്കുന്നത്. ഈ ഒരു കൺസ്ട്രക്ഷൻ എന്തിനു വേണ്ടിയാ? വാസയോഗ്യമായി തീരാൻ വേണ്ടി. എന്ന് വെച്ചാൽ ചിലർക്ക് ഒരു റെഫ്യൂജായി തീരാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരെയും ജീവിതം കൊണ്ട് ചിന്തിക്കണം. നമ്മൾ എങ്ങും ഇപ്പം നോക്കണ്ട, നമ്മുടെ സ്വന്തം കുടുംബത്തെ ആദ്യം എടുത്തു നോക്ക്. നമ്മുടെ പേരൻസിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അവർക്ക് ഒരു ആശ്വാസമാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു നിമിഷം എടുത്തുകൊണ്ട് ചിന്തിക്കണം. നമ്മുടെ പേരൻസിന് നമ്മളെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ, നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ഈ കുടുംബങ്ങളിൽ ദൈവം നമ്മളെ ആക്കി വെച്ചപ്പോൾ ആ കുടുംബത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പേരൻസിന്, മാതാവിനും പിതാവിനും ഒരുപോലെ നമ്മൾ ഒരു ആശ്വാസമാണോ? നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളം തണുക്കുന്നുണ്ടോ? അതോ നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് അവരുടെ മനസ്സിലേക്ക് ചിന്ത വരുമ്പോൾ അവര് വ്യാകുലപ്പെടുകയാണോ? അവർ വിഭ്രാന്തിപ്പെടുകയാണോ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ? പ്രിയമുള്ള പെൺകുട്ടികളെ, ഈ ദിവസം ഞാൻ ഉൾപ്പെടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ ചിന്തിക്കാം. നിങ്ങൾ ഒരു പ്ലേസ് ഓഫ് റെഫ്യൂജ് ആണോ നിങ്ങളുടെ പേരൻസിന്? നിങ്ങളെ ഓർക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആശ്വാസമുണ്ടോ? ചില സമയത്ത് നമ്മൾ ഓർക്കും, പ്രത്യേകിച്ച് ഇച്ചിരി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ വളരുന്നതെങ്കിൽ നമ്മൾ ചില സമയത്ത് ചിന്തിക്കുകയോ, വേറൊരു പപ്പായെ കിട്ടിയിരുന്നെങ്കിൽ, വേറൊരു മമ്മിയെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു, എനിക്ക് ഇച്ചിരും കൂടെ സന്തോഷിക്കാൻ വകയുണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരും കൂടെ ആശ്വസിക്കാൻ വകയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരും കൂടെ നല്ല സ്വഭാവമുള്ളവളായേനെ, എനിക്ക് ഇച്ചിരി കൂടെ എഡ്യൂക്കേഷൻ കിട്ടിയേനെ. ഇങ്ങനൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കുന്ന, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മളെ ഓരോരുത്തരും ഇപ്പോ ആക്കി വെച്ചിരിക്കുന്ന കുടുംബം, എന്റെ പിതാവായിട്ടുള്ള ജോസഫിന്, മാതാവായിട്ടുള്ള സിസിലിക്ക് എന്നെ ഒരു മകളായിട്ട് വെച്ചിരിക്കുന്നത് അറിയാമോ? ഡിവൈൻലി ഓർഡെയിൻഡ് ആയിട്ട് ദൈവം എന്നെ കുടുംബത്തിലാക്കിയിരിക്കുന്നത്. വേറൊരു കുടുംബത്തിൽ ഞാൻ ആയിരുന്നുവെങ്കിൽ ഈ നിലയിൽ ഞാൻ എത്തത്തില്ലായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ദൈവം അവിടുത്തെ ദിവ്യജ്ഞാനത്തിൽ ഈ പേരൻസിന് നിങ്ങളെ മക്കളായിട്ട് കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് പേരൻസ് ആയിട്ട് തന്നിരിക്കുക.
നമ്മളിൽ ചിലർക്ക് ആവശ്യമാണ് ചില ഡിസിപ്ലിൻസ്, വളരെ കർക്കശമായിട്ടുള്ള ഡിസിപ്ലിൻസ് ആവശ്യമായിട്ടുള്ളവരാണ് നമ്മളിൽ ചിലർ. അങ്ങനെ അതിനനുസരിച്ചാണ് ദൈവം അതാത് കുടുംബങ്ങളിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. ദൈവം ആക്കി വെച്ചിരിക്കുന്ന പേരൻസിന് സബ്മിസീവ് ആയിരിക്കുക, അവർക്ക് ഒബീഡിയന്റ് ആയിരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. എന്റെ ജീവിത സാഹചര്യമല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്കുള്ളത്. ഞാൻ വളർന്നു വന്ന അറ്റ്മോസ്ഫിയറിലല്ല നിങ്ങൾ പലരും വളർന്നു വന്നിട്ടുള്ളത്. ഏത് ജീവിത സാഹചര്യമാണെങ്കിൽ തന്നെ അതിനോട് പൊരുത്തപ്പെടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പേരൻസിനോടുള്ള ബന്ധത്തിൽ ചിലപ്പം നമ്മുടെ പിതാക്കന്മാര് ഡിഫറെന്റ് ജോലികൾ ചെയ്യുന്നവർ, അവരാണ് ആ കുടുംബത്തിന്റെ ബ്രെഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത്. അവര് ആ കുടുംബത്തെ പോറ്റി പുലർത്തുന്ന സമയങ്ങളിൽ ചില സമയത്ത് നമ്മുടെ ചില ആവശ്യങ്ങൾ ചിലപ്പോൾ ആവശ്യ സമയത്ത് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് കഴിയാതെ വരുന്ന ചില നിമിഷങ്ങൾ കാണും. എന്നാൽ ഒരു മകൾ എന്ന നിലയിൽ എങ്ങനെയാണ് സഹോദരി ആ പിതാവിന് ആ സമയത്ത് ഒരു ആശ്വാസമായി തീരുന്നത്? എനിക്കറിയാം ചില യുവാക്കളെ, നമ്മുടെ സഭയിലുള്ളവരാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ ചില യുവാക്കളെ, ചില യുവതികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പേരൻസിനോട് അവരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് പോലും അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പണം ചോദിച്ച് അനാവശ്യമായി ചിലവഴിക്കുന്ന യുവതികളെ, യുവാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രാർത്ഥന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരായിരിക്കരുത്. വീടിന്റെ പ്രയാസം മനസ്സിലാക്കുന്നവരായിരിക്കണം ഓരോ യുവതികളും. പ്രത്യേകിച്ച് നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി നിങ്ങളുടെ പിതാവ് ഏൽപ്പിച്ചു തരുന്ന പണത്തിന് നിങ്ങൾ അക്കൗണ്ടബിൾ ആണ്. ഞാനിത് വളരെ താഴ്മയോടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വരെ, ഈ നിമിഷം വരെ എന്റെ പിതാവ് എന്റെ കയ്യിൽ എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന പണം ഞാൻ ധൂർത്തായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെ അപ്പ എനിക്ക് ഇത്രയും പൈസ വേണം, എനിക്ക് തന്നേ പറ്റത്തുള്ളൂ, ഞാൻ ശാഠ്യം പിടിച്ചിട്ടില്ല എന്റെ പിതാവിനോട്. കാര്യം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തെ കുറിച്ച് ഞാൻ കണ്ടു എന്റെ അപ്പൻ എത്ര കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതെന്ന്. എന്റെ പ്രിയമുള്ളവരെ, ചില പേരൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, പക്ഷേ ആ കുഞ്ഞുങ്ങൾ ആ കഷ്ടപ്പാട് അനുഭവിക്കരുത്, അവർ ആ കഷ്ടപ്പാട് കാണരുത് എന്ന് പറഞ്ഞ് ഓരോ കുഞ്ഞുങ്ങൾ ഓരോ സമയത്ത് 1000, 2000, 3000 രൂപ ചോദിക്കുമ്പോൾ ചുമ്മാതെ എടുത്തു കൊടുക്കുന്ന പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനോട് ദൈവകൃപയിൽ ആശ്രയിച്ച് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത്, മറ്റൊരാളല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ചോദിച്ചു വരുമ്പോൾ അവരുടെ ആവശ്യം എന്താണ്, എത്ര രൂപ അവർക്ക് ആവശ്യമുണ്ട്, എന്തിനു വേണ്ടി അവരത് ചെലവഴിക്കാൻ പോകുന്നത്, ശരിക്ക് ചിന്തിച്ചും അറിഞ്ഞും വേണം ഇവരുടെ കരങ്ങളിൽ പണം കൊടുക്കാൻ. പണം കൊടുക്കുമ്പോൾ തന്നെ അവർ ഓരോരുത്തരും അതിന് അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പേരൻസ്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു ആന്റിയുമായിട്ട് സംസാരിച്ചപ്പോൾ, ഇങ്ങനെ അതിന് വിശ്വാസത്തിലുള്ള ഒരു ആന്റി അല്ല, ഇങ്ങനെ യാത്ര ചെയ്ത സമയത്ത് ഇങ്ങനെ സംസാരിച്ച വഴിക്ക് ആന്റിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ആന്റി, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യൂത്ത്സിന് നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ഗുണത്തിലെ ഒരു ഗുണമാണ് പേരൻസിന്റെ കഷ്ടപ്പാട് പലരും അറിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ പല പേരൻസും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എന്റെ കുഞ്ഞു കഷ്ടപ്പാട് അറിയല്ലേ, ഞാൻ കഷ്ടപ്പെട്ട വഴി അറിയല്ലേ എന്നുള്ളത്. പക്ഷെ എന്റെ മനസ്സിൽ എന്നുമുള്ള ഒരു ചിന്തയാണ്, പ്രിയ പേരൻസ്, നിങ്ങളുടെ ഓരോരുത്തരെയും കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാട് അറിയണം. ഞാൻ അതാണ് പലപ്പോഴും പേരൻസിനോട് കൺവേ ചെയ്യാൻ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ ആന്റി എന്നോട് വളരെ ഫേവറബിൾ ആയിട്ടല്ല മറുപടി പറഞ്ഞത്. ആന്റി പറഞ്ഞു, മോളെ അങ്ങനല്ല, നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അറിയല്ല, അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ ചോദിക്കും, നമ്മളോടല്ലേ ചോദിക്കുന്നത്, കൊടുക്കണം. ഞാൻ പറയുന്നത് വേറെ ഒരാളുടെ അടുത്ത് പോയി പണം ചോദിക്കണമെന്നല്ല. പേരൻസ് ആണ് നമുക്ക് പണം നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് തരുന്നത് പേരൻസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ, ഒരു 200 രൂപ, ഒരു 500 രൂപ നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ അത് എവിടുന്ന് വന്നു, എങ്ങനെ നിങ്ങളുടെ കരങ്ങളിൽ അത് വന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങൾ ഓർക്കും, ഒരു ഇൻഫ്ലുവൻഷ്യൽ വുമൺ എന്ന് പറയുന്നു, ഈ ഒരു കോൺഫറൻസ് ഞങ്ങൾ വന്നിരുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ കേൾക്കാനാ. പ്രിയമുള്ളവർ, ഇതാ വലിയ കാര്യം. ഇവിടുന്നാ നമ്മൾ തുടങ്ങുന്നത് ഇൻഫ്ലുവൻഷ്യൽ ആകാൻ വേണ്ടി. നമ്മൾ എങ്ങനെയാ നമ്മുടെ പേരൻസിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു മകൾ എന്ന നിലയിൽ
ഞാൻ എന്റെ പേരൻസിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയത്തില്ല ഞാൻ ഒരു പെർഫെക്റ്റ് ഒരു ഡോട്ടർ ആണെന്ന് പറയത്തില്ല. ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് അവർക്കൊരു അനുഗ്രഹമായി തീരാൻ ഓരോ ദിവസവും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ. പിഴവുകൾ എന്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട്, ഞാൻ ആ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നു. എന്നാൽ ചില ഇടങ്ങളിൽ ദൈവം എന്നോട് പ്രത്യേകമായി ഇടപെട്ട ഇടങ്ങളുണ്ട്, അതിനനുസരിച്ച് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഇടങ്ങളുണ്ട്. ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കൊച്ചുമോളാൻറ്റി എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കും, ഒരുപാട് അധ്യാപകർ എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൊച്ചുമോളാൻറ്റി എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന സമയത്ത് ആന്റി, ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ട്, ഞങ്ങളോട് ഒരുമിച്ച് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആന്റി ഒരു കാര്യം റിപ്പീറ്റഡ്ലി മിക്കവാറും ക്ലാസ്സുകളിൽ ആന്റി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും അത് ഓർക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ആദ്യം പോയി നിങ്ങളുടെ പേരൻസിനോട് പറയരുത് എന്നിങ്ങനെ ഒരു കാര്യം ആന്റി ഞങ്ങളോട് പറയുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ആദ്യം നിങ്ങൾ പറയേണ്ടത് ദൈവസന്നിധിയിലാണ് എന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. ഒരു പെൻസിലാ നിങ്ങൾക്ക് വേണ്ടതെങ്കിലും, ഒരു ഇറേസറാ നിങ്ങൾക്ക് വേണ്ടതെങ്കിലും, നിങ്ങൾ ആദ്യം പോയി പറയേണ്ടത് ദൈവത്തോടാണ് എന്ന് ആന്റി ഇങ്ങനെ പറയുമായിരുന്നു. അതെന്റെ മനസ്സിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്റെ മനസ്സിലാച്ചിട്ട് വന്നു. എന്റെ പ്രിയമുള്ളവരെ, അന്ന് തൊട്ട് ഞാൻ എന്റെ എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ പിതാവിനോട് പറയേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിതാവാണ് എനിക്ക് വേണ്ടി പണം തരുന്നത്. അപ്പൊ പപ്പ ഇന്ന ആവശ്യമുണ്ട് എന്ന് പറയുമ്പോഴെല്ലാം എന്റെ പിതാവ് ഇന്ന് വരെയും എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നാൽ ആവുമണ്ണം സഹായിച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ. എന്നാൽ എല്ലാ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം പോയി പറഞ്ഞിട്ടുള്ളത് ദൈവസന്നിധിയിലാണ്. എന്റെ ജീവിതത്തിന് ഒരു ഉദാഹരണം പറയാം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ താല്പര്യം ദൈവം എന്റെ ഉള്ളിൽ തന്ന സമയത്ത് എനിക്ക് MDiന് വേണ്ടി പോകേണ്ട സാഹചര്യത്തിൽ SABCയിൽ പോയി പഠിക്കാനാണ് ദൈവം ആ സമയത്ത് എനിക്ക് നിയോഗം തന്നത്. ആ സ്ഥാപനത്തിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ല. വളരെ അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്നതാണ്. എനിക്കറിയാം, ഞങ്ങൾ 3 പെൺകുട്ടികളാണ് ഈ ഭവനത്തിൽ. 3ാമത്തെ പെൺകുട്ടി എന്ന നിലയിൽ എന്ന നിലയിൽ എന്നല്ല, ഞങ്ങൾ 3 പേരാണ്. 3 പേർക്ക് വേണ്ടി പപ്പ കഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പണം ഒക്കെ പപ്പ ഒരുക്കി തരുന്നു. എന്നാൽ ഞാൻ ആ സമയത്ത് മനസ്സിലാക്കിയിരുന്നു, SABC എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി ആവശ്യങ്ങൾ വരുന്ന ഒരിടമാണ്. എനിക്കറിയാം, എന്റെ പപ്പായോട് പോയി ചെന്ന് ഒരു വർഷത്തിൽ 1 ലക്ഷത്തിൽ ചിലവാനം രൂപ ഫീസായിട്ട് വരുന്ന ആ ഒരു കാര്യം പോയി അപ്പായോട് ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം അത് ഞങ്ങൾക്ക് അഫോർഡബിൾ അല്ല എന്നുള്ളത് എനിക്കറിയാം. എങ്കിലും എന്റെ ഉള്ളിൽ ദൈവം തന്നിരുന്ന ആ ഒരു ദർശനം, ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് ട്രെയിൻഡായി ദൈവവചനം നല്ല രീതിയിൽ പഠിക്കണം, ദൈവവേലയിൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ദൈവം എന്റെ ഉള്ളിൽ തന്നു. ആ വിളി എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, കർത്താവേ, എന്റെ കുടുംബത്തിന്റെ സാഹചര്യം വെച്ച് ഈ സമയത്ത് ഇത്രയും പണം എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പിതാവിനോട് വാശി പിടിച്ച് ശാഠ്യം പിടിച്ച് ഇത്ര പൈസ തന്നേ ഒക്കത്തുള്ളൂ എന്ന് ഞാൻ പറയത്തില്ല. അപ്പ അങ്ങാണ് എന്റെ ഉള്ളിൽ ഈ ദർശനം തന്നതെങ്കിൽ അങ്ങ് എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങളിൽ പലർക്കും ആ സാക്ഷ്യം അറിയാം, എങ്കിൽ നിങ്ങൾ എന്തുമാത്രം വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഈ പ്രിയ ദൈവസഭയിലെ ാണ് ദൈവം ആ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിച്ചതെന്ന് ഈ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഈ 3 വർഷം ആ ഒരു ഭാരിച്ച ആ വലിയൊരു ഉത്തരവാദിത്വത്തെ ആങ്കൾ ദൈവകൃപയിൽ ആശ്രയിച്ച് അത് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, അതിനു മുമ്പ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പോലെയോ ഇന്നുള്ള ആ ഒരു ആത്മീക ബന്ധം അതിനു മുമ്പ് എനിക്ക് അത്രയും ഇല്ല. എങ്ങനെയാ ദൈവം പ്രൊവൈഡ് ചെയ്തത്, എങ്ങനെയാ ദൈവം ചെയ്തത്? എന്റെ പിതാവ് തന്നാൽ കഴിയുന്നതിനപ്പുറം എനിക്ക് വേണ്ടി ആ സമയങ്ങളിലെല്ലാം അധ്വാനിച്ച് എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത സമയത്ത് തന്നെ ഈ വലിയൊരു ഭാരിച്ച കാര്യം മുമ്പിൽ വന്നപ്പോൾ ഞാൻ എന്റെ പിതാവിനെ ഭാരപ്പെടുത്തിയില്ല. അപ്പൊ ഇത്രയും പൈസ വേണം, അപ്പൊ ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാമായിരുന്നു ദൈവത്താൽ എനിക്ക് ദൈവം തുറന്നൊരു വഴിയാണെങ്കിൽ ദൈവം അത് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിന്റെ പ്രൊവിഷൻ ആ സമയത്ത് അനുഭവിച്ചു. ഞാൻ എന്തിനാ നിങ്ങളുടെ മുമ്പിൽ ഇത് ഇപ്പൊ പറഞ്ഞത്? മറ്റൊരു മോട്ടീവ് ഇതിന് പുറകിലില്ല. പ്രിയമുള്ളവരെ, ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇത് പറയുന്നത് കൊണ്ട്. കാര്യം ഞാൻ എന്റെ മോട്ടീവ് എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കുക. പെൺകുട്ടികൾ എന്ന നിലയിൽ നമ്മുടെ പേരൻസ് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആ സമയത്ത് ആ പേരന്റിന് ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി തരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ വ്യാകുലപ്പെടുത്തുകയല്ല ആ സമയത്ത് വേണ്ടത്. ഓക്കെ, ഈ സമയത്ത് ഇല്ലയോ, എന്നാൽ ഇല്ലാത്ത പോലെ മതി. നിങ്ങൾ ആ സമയത്ത് പേരൻസിനെ ബുദ്ധിമുട്ടിക്കുകയല്ല, ദൈവത്തിൽ ആശ്രയിക്കുക. ആവശ്യം, നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ആ സമയത്ത് ദൈവമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പേരൻസിനെ തന്ന് അവരിൽ കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നതും ദൈവമാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദൈവത്തിൽ ആശ്രയമുള്ളവരായി തീരണം. ദൈവത്തിൽ ആശ്രയമുള്ളവരായി തീരുമ്പോൾ
നിങ്ങൾ ഇവഞ്ച്വലി നിങ്ങളുടെ പേരൻസിനെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുക പ്രിയമുള്ളവരെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ആദ്യത്തെ സ്റ്റെപ്പിലൂടെ തന്നെ നമുക്ക് എങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ആകാൻ പറ്റുന്നത്? ഒരു ഗുഡ് ഡോട്ടർ ആയിരിക്കുക. നിങ്ങളുടെ പിതാവിന്, നിങ്ങളുടെ മാതാവിന് ഒരു നല്ല ഡോട്ടർ ആയിരിക്കുക. അതേസമയം തന്നെ ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തോട്ടെ. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഗ്രൂപ്പ് ഓഫ് വിമൻ, അവർക്ക് വേണ്ടി ഒരു ചെറിയ കൂടിവരവുള്ള സമയത്ത് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ആന്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മകൾക്ക് വിവാഹത്തിനുള്ള സമയമൊക്കെ ആയി, അവൾക്ക് വേണ്ടി ഞങ്ങൾ വിവാഹമൊക്കെ നോക്കുക. പക്ഷെങ്കിൽ അവൾ ഒരു തരത്തിലും അതിനോട് അടുത്ത് വരത്തില്ല. കാര്യം അവൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ മാതാവ് വളരെ ദുഃഖത്തോടെ എന്നോട് വന്നിട്ട് പറഞ്ഞു, മോളെ ഞങ്ങൾക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല, മോള് പ്രാർത്ഥിക്കണം, അവളെ ദൈവം ഇതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അന്ന് ഞാൻ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ അത് ഭയങ്കര ഒരു ഭാരമായിട്ട് എൻ്റെ ഉള്ളത്തിൽ അത് കിടപ്പുണ്ടായിരുന്നു. പ്രിയ സഹോദരിമാരെ, പ്രിയ യങ് ഗേൾസ്, ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള ബന്ധങ്ങളിൽ അകപ്പെട്ട് ദൈവത്തിന് നാമം ദുഷിപ്പിക്കുകയും പേരൻസിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും മകൾ ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമല്ല വരുത്തുന്നത്. അവരെ ഭാരപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, അവരെ വേദനിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രിയ പെൺകുട്ടികളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പ് ഞാൻ സാമ്പത്തികത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ആരുടെയും പുറകെ പോകണ്ട. ഇന്നലെ നമ്മൾ ദൈവദാസനിലൂടെ കേട്ടതുപോലെ സമയമാകുമ്പോൾ ദൈവം തന്നെ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ദൈവഹിതമല്ലാത്തതിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, ദൈവഹിതമല്ലാത്തതിന് കൈ കൊടുക്കുമ്പോൾ, ദൈവഹിതമല്ലാത്തതിൽ ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പേരൻസിനെ നമ്മൾ എങ്ങനെയാ ദുഃഖിപ്പിക്കുന്നത്, അവർക്ക് എങ്ങനെയാ നമ്മളൊരു ഭാരം കൊടുക്കുന്നത്. ഇതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന്റെ നാമത്തെ നമ്മൾ ദുഷിപ്പിക്കുകയല്ലേ. നിങ്ങളിൽ ചിലരുടെ പിതാക്കന്മാർ, നിങ്ങളുടെ ചിലരുടെ മാതാക്കൾ ഇതുവരെയും ദൈവകൃപയിൽ വരാത്തവരുണ്ട്. എന്ത് ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്? യേശു കർത്താവിനെ അറിഞ്ഞു, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് സാക്ഷ്യം പറയുന്ന, എന്ന് ക്ലെയിം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ത് ഇൻഫ്ലുവൻസ് ആണ് ആ പിതാവിന് അല്ലെ ആ മാതാവിന് കൊടുക്കുന്നത്? ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് ശക്തമായി പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. കാര്യം ഇത് നിങ്ങൾ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അല്ല നിങ്ങളുടെ കുടുംബത്തിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ദൈവമാക്കി വെച്ച പേരൻസിനോട് നിങ്ങൾ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ള പെൺകുട്ടികളെ, ഒരു ഇൻഫ്ലുവൻഷ്യൽ വുമൺ ആയി തീരുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല മകളായിട്ട് കുടുംബത്തിലായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേരൻസിന് നിങ്ങളെ ദൈവം കൊടുത്തിരിക്കുന്ന എന്താണെന്നറിയാം? ഒരു ദിവസം അവർക്ക് അക്കൗണ്ട് കൊടുക്കണം. അക്കൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ ഉള്ളത്തിൽ സന്തോഷമാണോ ഉണ്ടാകുന്നത്? നിങ്ങളെ മകളായി ലഭിച്ചതിൽ അവർക്ക് അഭിമാനമാണോ ഉള്ളത്? നിങ്ങളെ മകളായി ലഭിച്ചത് ഓർത്ത് അവർ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നോ അതോ ഭാരപ്പെടുന്നോ? ഇന്ന് ഓരോ പെൺകുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എൻ്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ദൈവവചനം അനുസരിച്ച് അതിന്റെ ക്രമത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവകൃപയിൽ വരാത്ത പിതാവിനെ നിങ്ങൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ദൈവകൃപയിൽ വരാത്ത മാതാവിനെ നിങ്ങൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, പഥ്യവചനത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. നമ്മൾ മറന്നു പോവരുത്. നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ഒളിച്ചോടാൻ ശ്രമിക്കരുത്. പ്രിയമുള്ള എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളെ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് ആകാനാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ പല പെൺകുട്ടികളും നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യമായ കാര്യങ്ങളെ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നല്ല ഇൻഫ്ലുവൻസ് ആകാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ബി എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് വേറെവർ യു ആർ പ്ലേസ്ഡ്. നിങ്ങളെ എവിടോ ദൈവം ആക്കി വെച്ചിരിക്കുന്നോ അവിടെ ദൈവത്തിന്റെ പൈതൽ എന്ന നിലയിൽ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് റോള് നമ്മുടെ ശരിയായില്ലെങ്കിൽ അങ്ങോട്ടുള്ള വളർച്ച, എന്റെ പ്രിയമുള്ളവരെ, ശരിയാവത്തില്ല. ഈ വചനത്തിന് മുമ്പായി ഞാൻ എന്നെ താഴ്ത്തുക. ഒരു മൂലത്തൂൺ പോലെ, രണ്ട് ഭിത്തികളെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു മൂലത്തൂൺ പോലെ നിൽക്കാനുള്ള, ബിൽഡ് ചെയ്യാനുള്ള ഒരു റോൾ ഏൽപ്പിക്കപ്പെട്ട ഞാനും നിങ്ങളും
കാഷ്വലായി ഇരിക്കരുത്, അലക്ഷ്യമായി ഇരിക്കരുത്, ഉത്തരവാദിത്വ ബോധമില്ലാത്തവരായി ഇരിക്കരുത്. നമുക്ക് ഇൻഫ്ലുവൻഷ്യൽ ആകണമെങ്കിൽ അത് നമ്മുടെ ഭവനത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു നല്ല മകളായിരിക്കും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഭവനത്തിൽ. അവിടുന്ന് ഇത് ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഡോട്ടർ എന്ന് പറയുന്ന ആ റോളിനോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു റോളാണ് ടു ബി എ സിസ്റ്റർ, ഒരു സഹോദരി ആയിരിക്കുക. നിങ്ങൾ ഒരു പക്ഷെ ഒരു സിംഗിൾ ചൈൽഡ് ആയിരിക്കാം, എന്നാൽ തന്നെയും നിങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ടല്ലോ, നിങ്ങളെ അടുത്തറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ഒരു സിസ്റ്റർ, ഒരു സഹോദരിയാണ്. എനിക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട 2 സഹോദരിമാരെ തന്നിട്ടുണ്ട്. അവർക്ക് ഞാൻ ഒരു സഹോദരിയാണ്. എൻ്റെ മറ്റുള്ള ബന്ധുമിത്രാദികൾക്ക് ഞാൻ ഒരു സഹോദരിയാണ്. അവിടെ എനിക്ക് എങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയി തീരാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ മനസ്സിലാക്കണം, ഒരു മകൾ എന്ന നിലയിലും ഒരു സഹോദരി എന്ന നിലയിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം ആരംഭിക്കുന്ന എവിടെ നിന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ മകൾ, ദൈവത്തിന്റെ കുടുംബത്തിൽ ജ്യേഷ്ഠനായിരിക്കുന്ന യേശു കർത്താവിന്റെ സഹോദരി, അവിടുന്നാണ് എന്റെ ഉത്തരവാദിത്വം ആരംഭിക്കുന്നത്. നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ അങ്ങനെ വായിക്കുന്നത്. ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവം നമ്മുടെ പിതാവും യേശു കർത്താവ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനും, നമ്മൾ ഓരോരുത്തരും യേശു കർത്താവിന്റെ സഹോദരന്മാരാണെന്നാണ് കാണുന്നത്. അവിടെ നിന്നാണ് ഒരു സഹോദരി എന്ന ബന്ധത്തിൽ, ഒരു സഹോദരി എന്ന റോളിൽ എന്റെ ഉത്തരവാദിത്വം ആരംഭിക്കുന്നത്. യേശു കർത്താവ് എന്റെ ജ്യേഷ്ഠ സഹോദരനാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് കണ്ണുയർത്തി നോക്കാൻ ഒരു മാതൃകയുണ്ട്. ദൈവത്തെ അറിഞ്ഞു, യേശു കർത്താവിനെ അറിഞ്ഞു, രക്ഷകനായി സ്വീകരിച്ചു എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ യേശു കർത്താവിനെ നോക്കിക്കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് നമ്മൾ ചിന്തിക്കണം. യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വരുത്തിയത്? യേശു കർത്താവിന്റെ ജീവിതം കണ്ട് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയി തീരുവാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം നിങ്ങൾ റെഫറൻസ് എഴുതിയെടുത്താൽ മതി. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വാക്യം. അവിടെ പിന്നീട് എടുത്ത് വായിച്ചാൽ മതി. മത്തായി 12-ാം അധ്യായം 50-ാം വാക്യം, മർക്കോസ് 3-ാം അധ്യായം 35-ാം വാക്യം, ലൂക്കോസ് 8-ാം അധ്യായം 21-ാം വാക്യം. ഈ വാക്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് യേശു കർത്താവിന്റെ അമ്മയും സഹോദരന്മാരും യേശു കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു വരുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. യേശു കർത്താവ് പറയുന്നുണ്ട്, പുറത്തുള്ളവർ പറഞ്ഞു ജീസസ് യേശുവിനെ കാണാനായിട്ട് അമ്മയും സഹോദരന്മാരും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആരാ എൻ്റെ അമ്മയും സഹോദരന്മാരും? ദൈവ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും സഹോദരികളും എന്നൊരു പ്രയോഗം കൂടെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് കണ്ടതിന്റെ ഒരു വാക്യമാണ്. അതിന്റെ അർത്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു പക്ഷേ യേശു കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ സ്വന്തം സഹോദരങ്ങൾ അല്ലെ സ്വന്തം സഹോദരിമാർ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെ നമ്മളെ വിടക്കം എണ്ണിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ സമയത്ത് യേശു കർത്താവ് അവിടെ പറഞ്ഞു തരുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പിൽ പലപ്പോഴും ലിമിറ്റേഷൻ ഉള്ളപ്പോൾ ദൈവത്തിന്റെ കുടുംബത്തിലായിരിക്കുന്ന ഒരു സഹോദരി എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ദൈവം തന്നിരിക്കുക. ദൈവം നമ്മുടെ പിതാവ്, യേശു കർത്താവ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, മറ്റുള്ളവരെ സഹോദരന്മാരാക്കി ദൈവം തന്നിരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ജ്യേഷ്ഠ സഹോദരനെ നോക്കി ക്രിസ്തീയ ജീവിതം നയിക്കാനാ ദൈവം സഹോദരിമാരെന്ന നിലയിൽ നമ്മളെ ഓരോരുത്തരെയും കണ്ടിരിക്കുന്നത്. യേശു കർത്താവിന് സഹോദരിമാരുണ്ടായിരുന്നു എന്നുള്ളതും നമുക്കറിയാമല്ലോ. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ആ ബയോളജിക്കൽ ബന്ധത്തിനേക്കാളും വലുതാണ് ഈ ആത്മീക ബന്ധം എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, പ്രിയമുള്ള യങ് ഗേൾസ്, ഒരു സിസ്റ്റർ എന്ന നിലയിൽ എങ്ങനെയാ നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? യേശു കർത്താവിനെ നോക്കി നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് നമ്മൾ അത് ചിന്തിച്ചാലും നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോൾ ഒത്തിരി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സഹോദരിമാരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, സിസ്റ്റേഴ്സിനെ കുറിച്ച് കാണുന്നുണ്ട്.
നമ്മൾ പുറപ്പാട് പുസ്തകം അതിന്റെ ആദ്യ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്ററിനെ നമ്മൾ കാണുന്നുണ്ട്. ആരാണെന്നറിയാമോ? മിരിയം. നമ്മൾ വായിക്കുന്നുണ്ട്, അമ്രാമിനും യോഖേബേത്തിനും 3 മക്കളെയാ ദൈവം കൊടുത്തത്. മിറിയം, അഹരോൻ, മോശ, ഇങ്ങനെ 3 മക്കളെയാ ദൈവം കൊടുത്തത്. നമുക്ക് ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. മോസസ് ജനിക്കുന്ന സമയത്ത് അവിടെ ഫറവോൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് കൊണ്ട് അവിടെ മോസസിന് ജീവിക്കുക എന്ന് പറയുന്നത് മാനുഷികമായി നോക്കുമ്പോൾ അസാധ്യമായിരിക്കുന്ന ആ സമയത്തും ദൈവം വളരെ അത്ഭുതകരമായിട്ട് എങ്ങനെയാ മോസസിന്റെ ജനനം അവിടെ നടന്നതെന്നും എങ്ങനെയാണ് മോസസ് വളർന്നതെന്നും ആ മോസസിനെ നൈൽ നദിയിലേക്ക് അമ്മ ഞാങ്ങണപ്പെട്ടകത്തിൽ കൊണ്ട് അവിടെ ആക്കിയപ്പോഴും അവിടെ നിന്ന് എങ്ങനെയാണ് മോസസ് കൊട്ടാരത്തിലേക്ക് വന്നതെല്ലാം നമുക്കറിയാം. എന്നാൽ ഈ വലിയ ദൈവിക പദ്ധതിയുടെ ഇടയ്ക്ക് മിറിയമിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റോളായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഞാങ്ങണപ്പെട്ടകത്തിലാക്കി മോസസിനെ ആ നൈൽ നദിയിൽ അവിടെ ആക്കിയിരിക്കുമ്പോഴും നമുക്കറിയാം മിറിയം മാറി നിന്ന് ഈ പെട്ടകത്തിലേക്ക് നോക്കുമായിരുന്നു. ഈ പെട്ടകത്തിന് അല്ലെങ്കിൽ കുഞ്ഞിന് എന്ത് സംഭവിക്കും? നമുക്ക് പിന്നീട് സംഭവിച്ചതൊക്കെ അറിയാം. ഫറവോന്റെ പുത്രി കുളിക്കാൻ വന്നപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തു, ഒരു എബ്രായ പൈതലാണെന്ന് മനസ്സിലാക്കി. ഓടി വന്ന് മിറിയം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കുഞ്ഞിനെ നേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു അമ്മയെ ആവശ്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ച് മോസസിന്റെ സ്വന്തം അമ്മ തന്നെ വന്ന് മോസസിനെ നേഴ്സ് ചെയ്യുന്നതായിട്ട് വളർത്തുന്നതായിട്ടൊക്കെ നമുക്കറിയാം. അവിടെ മിറിയം ഒരു സഹോദരി എന്ന ബന്ധത്തിൽ ചെയ്ത റോൾ നമ്മൾ മറന്നു പോകരുത്. മിറിയമിന് ഒരു പക്ഷേ ആ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു പക്ഷെ സഹോദരന്റെ കൊച്ചു കുഞ്ഞ് എന്ന നിലയിലുള്ള ആ ഒരു കൺസേൺ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അതിനും അപ്പുറം മോസസിന്റെ മേലുള്ള ആ ദർശനത്തെ കുറിച്ച് അല്പമെങ്കിലും മിറിയത്തിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അവിടെ പോയി ആ സമയത്ത് ദൈവം കാര്യങ്ങളെ ടൈംലി ചെയ്യുമ്പോൾ മിറിയം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എത്ര ഭംഗിയായിട്ട് അവിടെ ചെയ്തിരിക്കുന്നു നോക്കി. ദൂരത്ത് നിന്ന് മാറിയിരുന്ന കുഞ്ഞിനെ വാച്ച് ചെയ്യുന്നു. ഫറവോന്റെ മകൾ വന്നതിനെ എടുക്കുമ്പോൾ തക്ക സമയത്ത് പോയി അവിടെ പേടിക്കുകയല്ല മിറിയം ചെയ്യുന്നത്. അയ്യോ ഞാൻ പോയി ചോദിച്ചാൽ എന്തോ സംഭവിക്കും, ഇതൊരു എബ്രായ കുഞ്ഞാന്ന് അറിയാം, എന്തോ സംഭവിക്കും, ഇതൊന്നുമല്ല മിറിയം അവിടെ ചിന്തിക്കുന്നത്. ആ സമയത്ത് ദൈവം മിറിയമിന് കൊടുത്ത ആ ജ്ഞാനത്തിൽ പോയി മിറിയം തന്നെ കൊണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള റോൾ എത്ര ഭംഗിയായിട്ട് അവിടെ നിർവഹിച്ചെന്ന് നോക്കി. പിന്നീട് മിറിയത്തോടുള്ള ബന്ധത്തിൽ മോശയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരിമാരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവം സിബ്ലിങ്സ് തന്നിട്ടുണ്ട്. നമുക്ക് സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. അവരോടുള്ള ബന്ധത്തിൽ, അവരുടെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്തുമാത്രം നമ്മൾ ഓരോരുത്തരും കൺസേൺ ആണ്. ഒന്നാമത് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? ആ ആത്മീക ജീവിതം ശരിയാക്കിയിട്ട് വേണം നമ്മുടെ കൂടെയുള്ള സഹോദരന്മാരുടെ, നമ്മുടെ സഹോദരിമാരുടെ ആത്മീക ജീവിതത്തെ കുറിച്ച് നമ്മൾ കൺസേൺഡ് ആണോ? അവരുടെ മേലുള്ള ദൈവിക പദ്ധതിക്ക് അവർക്കൊരു അനുഗ്രഹമായി തീരുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ മേലുള്ള ദൈവിക പദ്ധതിക്ക് അവർ മുമ്പോട്ട് പോകുന്നതിന് അവർക്കൊരു കൈത്താങ്ങായി തീരാൻ സഹോദരി എന്ന നിലയിൽ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് പ്രിയമുള്ളവരെ. നമ്മൾ വീണ്ടും സഹോദരിമാരെ കുറിച്ച് കാണുന്നുണ്ട്. മാർത്ത, മേരി, ആ സഹോദരിമാരെയും കുറിച്ച് നോക്കിയേ. നമ്മൾ ലൂക്ക് 10 നമ്മള് 38 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ മാർത്ത മേരിയെ കുറിച്ചുള്ള അത് കാണുന്നത്. അവിടെ നമുക്കറിയാം മാർത്ത മേരി ആ സ്റ്റോറിയൊക്കെ നമുക്കറിയാം. മാർത്ത ഒത്തിരി ജോലിയാൽ കുഴങ്ങിയിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, ഈ എന്റെ കൂടെ വന്ന് ഈ എന്നെ ശുശ്രൂഷിക്കാൻ എന്തുകൊണ്ടാ മേരിയെ വിടാത്തതെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നത്, മാർത്ത നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുന്നു, എന്നാൽ മേരി എന്ത് ചെയ്തു? നല്ല അംശം തെരഞ്ഞെടുത്തു. അവിടെ മേരി മാർത്തായെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്ന് നോക്കിയേ. ഒത്തിരി കാര്യങ്ങളൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മേരി കൊടുത്ത പ്രയോറിറ്റി എന്തായിരുന്നു? സിറ്റിംഗ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. യേശു കർത്താവിന്റെ കാൽപാദത്തിൽ ഇരിക്കുന്നത് ആ പ്രയോറിറ്റി എന്ന് മനസ്സിലാക്കി. മാർത്തയോട് യേശു കർത്താവ് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നോക്കിയേ മേരി എന്തോ ഇൻഫ്ലുവൻസ് അവിടെ മാർത്തയ്ക്ക് കൊടുക്കുന്നതെന്ന് നോക്കിയേ. നമ്മൾ മിറിയമിനെ ഒരു ബ്രദറിനോടുള്ള ബന്ധത്തിൽ കണ്ടു, ഇവിടെ മേരിയെ ഒരു സിസ്റ്ററിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു.
ഒരു സഹോദരി, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് 2 സഹോദരിമാരെ ദൈവം തന്നിരിക്കുന്നത്. അവരെ ഞാൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും സഹോദരന്മാരെ സഹോദരിമാരെ തന്നിട്ടുണ്ട്. ആത്മീകമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അവരുടെ ആത്മീക വളർച്ചയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ അവരെ സഹായിക്കുന്നത്? അവർ തളർന്നിരിക്കുമ്പോൾ, അവർ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ആത്മീകമായി ബലം ക്ഷയിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് ആത്മീക കൈത്താങ്ങൽ കൊടുക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അവര് കരയുന്നത് കാണുമ്പോൾ, അവര് നിരാശപ്പെടുമ്പോൾ, അവര് വ്യാകുലപ്പെടുമ്പോൾ, എന്തു പറ്റി ചേച്ചി, എന്തു പറ്റി അച്ചാച്ച, അല്ലെ എന്തു പറ്റി മോളെ, എനിക്ക് എങ്ങനെ നിന്നെ സഹായിക്കാൻ പറ്റും? ഞാൻ നിന്റെ കൂടെ ഒരു നിമിഷം ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ, നിന്റെ കരങ്ങളെ ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കട്ടെ. നമുക്കത് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഇന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അത് ചിന്തിക്കണം. ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഈ സിബ്ലിങ്സിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തന്നിരിക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവം തന്നിരിക്കുന്നത്. ആ സഹോദരൻ അല്ലെ സഹോദരിക്ക് ഒരു ഇൻഫ്ലുവൻസ്, ഒരു അനുഗ്രഹമായി തീരാനാ ഈ താങ്കളെ ആ കുടുംബത്തിൽ ദൈവം ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു സഹോദരനെ മറ്റൊരു സഹോദരിയും തരാതെ ഇവരെ തന്നെ സഹോദരങ്ങളായി തന്നിട്ടുള്ളത് ദൈവത്തിന് താങ്കളെ കൊണ്ട് ഒരു ശുശ്രൂഷയുണ്ട്. താങ്കളെ കൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. തളർന്നിരിക്കുന്ന സഹോദരങ്ങളുടെ അടുത്തിരുന്ന് നമുക്ക് ഒരു നിമിഷം കൈ ചേർത്ത് പ്രാർത്ഥിക്കാം. ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അവരുടെ ഒപ്പം ഇരുന്ന ദൈവസന്നിധിയിൽ അവര് കടന്നു പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് ചുമല് കൊടുത്തിട്ടുണ്ടോ? അതോ അവള് ചെയ്തതിന്റെ അല്ലെ അവൻ ചെയ്തതിന്റെ പരിണിതഫലം അവൻ അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അവരെ പ്രയാസപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? അതോ ആ ഘട്ടം തരണം ചെയ്യുവാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് ആത്മീക കൈത്താങ്ങലാണോ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. ഈ സമയത്ത് ഒരു അനുഭവ കഥ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ പലരും ഹഡ്സൺ ടെയ്ലറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ചൈന ഇൻലൻഡ് മിഷൻ എന്ന് പറയുന്ന വലിയൊരു ഓർഗനൈസേഷൻ, ആ ഒരു മിഷൻ ഓർഗനൈസേഷന് സ്ഥാപകനായി തീർന്ന വ്യക്തിയാണ് ഹഡ്സൺ ടെയ്ലർ. ഹഡ്സൺ ടെയ്ലറിന്റെ ജീവിത ചരിത്രം വായിച്ചപ്പോൾ എന്നെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമുണ്ട്. ഹഡ്സൺ ടെയ്ലറിന്റെ പേരൻസ്, അദ്ദേഹത്തിന്റെ പിതാവും മാതാവും ഒക്കെ ദൈവകൃപയുള്ള പേരൻസ് ആയിരുന്നു. ഹഡ്സൺ ടെയ്ലറിന് ശേഷം ഒരു സഹോദരിയും മറ്റ് സിബ്ലിങ്സ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഒരു സഹോദരി ഉള്ളതായിട്ട് എനിക്ക് നന്നായി അറിയാം. ഈ ഹഡ്സൺ ടെയ്ലർ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തൊക്കെ ഈ പേരൻസ് അവര് ദൈവകൃപയിലൊക്കെ വളർത്തിക്കൊണ്ടുവരാനൊക്കെ ആഗ്രഹിച്ചു. നമ്മള് ആ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഹഡ്സൺ ടെയ്ലറിന്റെ പേരൻസ് ഹഡ്സൺ ടെയ്ലറിനെ ദൈവം ആ അമ്മയ്ക്ക് ഉദരത്തിൽ കൊടുത്തപ്പോൾ തന്നെ ചൈനയിലേക്ക് മിഷണറിയായി പോകാനായിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതെന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. ആ കുഞ്ഞിനെ ഉള്ളിൽ കൺസീവ് ആയിരുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഉദ്ദേശം ആ പേരൻസ് മനസ്സിലാക്കി. നമ്മൾ അതിനെക്കുറിച്ച് താഴോട്ട് പിന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ ചിന്തിക്കാം നമുക്ക് അതിനെക്കുറിച്ച്. എന്നാൽ ഈ ഹഡ്സൺ ടെയ്ലർ ഇങ്ങനെ ഒരു ഉദ്ദേശം ദൈവം അദ്ദേഹത്തിന് കൊടുത്ത്, ഈ ഒരു പർപ്പസ് കൊടുത്താണ് ഹഡ്സൺ ടെയ്ലറെ ദൈവം ഭൂമിയിലേക്ക് ആക്കിയത്. എന്നാൽ പിന്നീട് താൻ വളർന്നു വന്നപ്പോൾ തനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്പം ജോലിയൊക്കെ ചെയ്യേണ്ടൊക്കെ വന്നു. അങ്ങനെ അദ്ദേഹം ഒരു ജോലി സ്ഥാപനത്തിൽ പോയി അവിടെ ജോലി ചെയ്ത് തനിക്ക് കിട്ടിയ കൂട്ടുകെട്ടുകൾ അത്ര നല്ലതല്ലായിരുന്നു. പണം ഉണ്ടാക്കണം, ആ പണം ധൂർത്തടിച്ച് ജീവിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള ഒരു കൂട്ടത്തിന്റെ അടുത്തേക്കാണ് തനിക്ക് ജോലി ചെയ്യാനായിട്ട് കിട്ടിയ ഒരു സാഹചര്യം. അങ്ങനെ ഹഡ്സൺ ടെയ്ലർ താൻ വളർന്നു വന്ന സാഹചര്യത്തിന് വിരുദ്ധമായിട്ട് ദൈവകൃപ വിട്ട് വളരെ ലൂസായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഹഡ്സൺ ടെയ്ലറിന്റെ മാതാവ് ഇതിനെക്കുറിച്ച് വളരെ, അമീലിയ എന്നാണ് ആ മാതാവിന്റെ പേര്. ഹഡ്സൺ ടെയ്ലറിന്റെ മാതാവിന് ഇതിനെക്കുറിച്ച് വളരെ ദുഃഖം തോന്നി. ഹഡ്സൺ ടെയ്ലറിന്റെ പിതാവ് അല്പം കോപിഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഹഡ്സണോട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ താൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ തനിക്ക് ആ ഒരു പേഷ്യൻസോടെ ഹഡ്സണോട് ഡീൽ ചെയ്യാൻ എന്തുമാത്രം കഴിയും എന്നൊക്കെ സംശയിച്ച സമയത്ത് ആ മാതാവ് ആ സമയത്ത് മുൻകൈ എടുത്ത് ഹഡ്സണോട് ഉപദേശങ്ങൾ കൊടുക്കുകയും ഹഡ്സന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാര്യം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ഈ മാതാവ് നാളുകൾ ഹഡ്സന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാലും ഹഡ്സന് വേണ്ടവണ്ണമുള്ള മാറ്റമൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഈ മാതാവ് തുടർന്നും പ്രാർത്ഥിച്ചു. ഒരു ദിവസം വളരെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഹഡ്സന്റെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപാട് സംഭവിച്ചു. അതിനെക്കുറിച്ച് ഞാൻ അധികമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഹഡ്സന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. അന്ന് ആ ഒരു എൻകൗണ്ടർ സംഭവിച്ചാണ് ഹഡ്സൺ ടെയ്ലർ മുട്ടുകുത്തി തന്റെ മേലുള്ള ദൈവിക ദൗത്യത്തിന് വേണ്ടി തന്നെ റീഡെഡിക്കേറ്റ് ചെയ്ത് ആ ദൈവിക പാതയിലേക്ക് താൻ വന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിന്റെ താളുകളിൽ വായിച്ചു മനസ്സിലാക്കുന്നത്.
എന്നാൽ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ ഹഡ്സൺ ടൈലർ ഒരു പ്രാവശ്യം തന്റെ കുറിപ്പുകളിൽ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. താൻ ഒരു ദിവസം തന്റെ സഹോദരിയുടെ ഡയറി പരിശോധിച്ചപ്പോൾ താൻ അവിടെ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. ആ സഹോദരി ഹഡ്സന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് 13 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത്. ഹഡ്സൺ ടൈലറിന്റെ സഹോദരിക്ക് 13 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഹഡ്സന്റെ വഴിവിട്ട ജീവിതം കണ്ടപ്പോൾ ആത്മീക അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ദൈവകൃപയുള്ള 13 വയസ്സുകാരിയ ടീനേജ് ഗേളിന് സ്വന്തം സഹോദരനെ കുറിച്ചൊരു ഭാരം ഉണ്ടായിട്ട് അവളുടെ ഡയറിയിൽ അവൾ ദൈവത്തോട് അവളുടെ പ്രാർത്ഥനകൾ എഴുതി. ഹഡ്സന് വേണ്ടി നമ്മൾ അവിടെ വായിച്ചു മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ഹഡ്സന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊരു ഡെഡിക്കേഷൻ അവൾ എടുത്ത് ഹഡ്സന് മാറ്റം ഉണ്ടാകുന്നതിന്റെ അതുവരെ ഏകദേശം 1 മാസത്തോളം തുടർച്ചയായിട്ട് ഹഡ്സന്റെ സഹോദരി പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, അത് ഹഡ്സൺ പോലും അറിഞ്ഞില്ല. തന്റെ സഹോദരിയുടെ ഡയറി പരിശോധിച്ചപ്പോഴാണ് തനിക്കത് മനസ്സിലായത്. അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഒരു സിസ്റ്റർ എന്ന നിലയിൽ ദൈവം നിങ്ങളെ ഒരു സ്ട്രാറ്റജിക് പൊസിഷനിലാക്കി വെച്ചിരിക്കുക. നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം എത്ര ആഴമുള്ളതാ? നിങ്ങൾക്ക് കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ദൈവകൃപയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും വലിയൊരു ഉത്തരവാദിത്തം ദൈവം തന്നിട്ടുണ്ട്. വഴി വിട്ടു പോകുന്ന നിങ്ങളുടെ സഹോദരിമാർക്ക്, നിങ്ങളുടെ സഹോദരന്മാർക്ക് ഒരു കൈത്താങ്ങായി നിൽക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ഉപവസിക്കാൻ, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ നിങ്ങളുടെ മേൽ ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അത് മനസ്സിലാക്കി ചെയ്യുന്നുണ്ടോ? നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ സഹോദരിമാർക്ക്, സഹോദരന്മാർക്ക് അവൾ ഒരു ദൈവ പൈതലാണ്, അവൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, അവളുടെ ജീവിതം കൊണ്ട്, അവൾ എനിക്ക് തന്ന ആത്മീക സപ്പോർട്ട് കൊണ്ട് അവൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് എത്ര സഹോദരന്മാർക്കും സഹോദരിമാർക്കും നമ്മുടെ ഓരോരുത്തരും ജീവിതം കാണുമ്പോൾ പറയാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. ഒരു സഹോദരി എന്ന നിലയിൽ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെ മേൽ ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മുടെ ഇൻഫ്ലുവൻസ് ആരംഭിക്കുന്നത്. ഒരു സഹോദരി എന്ന നിലയിൽ ആർ യു ഇൻഫ്ലുവൻസിങ് യുവർ സിബ്ലിങ്സ്? നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ചിന്തിക്കണം. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു വലിയ റോളിലാണ്. നമ്മൾ അത് വിശ്വസ്തമായി ദൈവസന്നിധിയിൽ അത് ചെയ്യുന്നുണ്ടോ? നമുക്ക് വേഗത്തിൽ അടുത്ത റോളിലേക്ക് കടന്നു വരാം. അടുത്ത റോള് ഭാര്യമാരോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ കണ്ടു, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒന്നാമത് ആ ഉത്തരവാദിത്വം ആരംഭിക്കുന്നത് മകൾ എന്ന നിലയിൽ നിന്നാണ്. രണ്ടാമത് നമ്മൾ കണ്ടു, ഒരു സഹോദരി എന്ന നിലയിലുള്ള ആ ഇൻഫ്ലുവൻസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം. അടുത്തതായിട്ട് ഒരു ഭാര്യ എന്ന നിലയിൽ എങ്ങനെയാണ് ആ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ കഴിയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുമായിരിക്കും, ബെൻസി എങ്ങനെയാണ് ആ മേഖലയെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്? എന്റെ പ്രിയമുള്ളവർ, എനിക്കറിയാം പ്രായത്തിൽ എനിക്ക് ആ മെച്യൂരിറ്റിയിലേക്ക് ഞാൻ വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ ഒരു ദൂത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യട്ടെ. ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങളിൽ പലരും നല്ല ഭൂരിഭാഗം പേരും കുടുംബജീവിതം നയിക്കുന്നവരാണല്ലോ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഭാര്യമാരോടുള്ള ബന്ധത്തിലൊക്കെ ദൈവവചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഭാര്യമാര് കീഴ്പ്പെടണം, അനുസരിക്കണം, ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം, അവർക്കൊരു തക്ക തുണയായിരിക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ കൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാം ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആദമിന് തക്ക തുണയായിട്ടാണ്, ഹെൽപ്പർ സ്യൂട്ടബിൾ ആയിട്ടാണ്, ഒരു നല്ല ഉത്തമ തുണയായിട്ടാണ് ഹവ്വായെ അവിടെ ആദത്തിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം, അതുപോലെ നമ്മള് സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായം 17-ാം വാക്യം, മലാഖി പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം, ഈ വാക്യങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കവനന്റൽ റിലേഷൻഷിപ്പ് ആണിത്, അല്ലെ? ഒരു ഉടമ്പടി ബന്ധത്തിലേക്കാണല്ലോ ഓരോരുത്തരും പ്രവേശിക്കുന്നത്. ആ കവനന്റൽ റിലേഷൻഷിപ്പിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, കമ്പാനിയൻഷിപ്പ്, സഖിത്വം. ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലേക്കാണല്ലോ അവിടെ പ്രവേശിക്കുന്നത്.
അവിടെ ഒരുമിച്ച് തക്ക തുണയായിരിക്കുക എന്നൊരു ആ ദൗത്യത്തിലേക്കാണല്ലോ ഓരോരുത്തരും പ്രവേശിക്കപ്പെടുന്നത്, ഓരോ സഹോദരിമാരും പ്രവേശിക്കപ്പെടുന്നത്. അവിടെ ആ കമ്പാനിയൻഷിപ്പ് എന്നൊരു വാക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, അത് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നൊരു കാര്യമാണ്. വിവാഹവേദിയിൽ നിന്നുകൊണ്ട് പരസ്പരം ഉടമ്പടി ചെയ്യുമ്പോൾ പറയാറുണ്ടല്ലോ, സങ്കടത്തിലും സന്തോഷത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം തക്ക തുണയായിട്ട് കൂടെ ഇരുന്നോളാം എന്നാണല്ലോ അവിടെ നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന ആ ഒരു ഉടമ്പടി, ആ കൊടുക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത്. എന്നാൽ ആ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ പിന്നീട് ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഓരോ ജീവിത സാഹചര്യത്തിലും ഈ പറഞ്ഞ പോലൊക്കെ ആ ഉടമ്പടി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു സമയത്തും ചിന്തിക്കാം. പ്രിയ ആന്റിമാരെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സഹോദരിമാരെ, ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാമോ? ഞാൻ ഇതൊക്കെ ധ്യാനിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. ഇതൊക്കെ വായിച്ച് ധ്യാനിച്ച സമയത്ത് ആ ഒരു ഉടമ്പടി ഏറ്റെടുത്തതിൽ എത്ര പേർക്ക് വിശ്വസ്തരായി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വിശ്വസ്തരായി നിന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ആ ഉടമ്പടിയിൽ വിശ്വസ്തരായി നിൽക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ ദിവസം നിങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നോക്കുമ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒത്തിരി ഭാര്യമാരെ കാണുന്നുണ്ട്. എന്നാൽ ആ ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് ഇൻഫ്ലുവൻസും പോസിറ്റീവ് ഇൻഫ്ലുവൻസും തന്നിട്ടുള്ള ഭാര്യമാരെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. എന്റെ മനസ്സിനെ ഒത്തിരി ചിന്തിപ്പിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഈ കമ്പാനിയൻഷിപ്പിനോടുള്ള ബന്ധത്തിൽ. ഒരു ഭർത്താവിന് ഒരു സ്ത്രീ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു വലിയ റോളാണ് ആ ഭർത്താവിന് സമാധാനമുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഭർത്താവിന് മാത്രമല്ല, മക്കൾക്കും ഒരു സമാധാനപരമായ അന്തരീക്ഷം ആ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഒരു ഭാര്യ എന്ന നിലയിൽ ഓരോ സഹോദരിമാരെയും ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. നമ്മള് സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം 9-ാം വാക്യം, 19-ാം വാക്യം, 25-ാം അധ്യായം 24-ാം വാക്യം നിങ്ങൾ റെഫറൻസ് എഴുതിയെടുത്താൽ മതി. പിന്നീട് വീട്ടിൽ പോയി വായിച്ചാൽ മതി. നിങ്ങൾ പിന്നീട് ആയിരിക്കുന്ന സമയത്ത് വായിച്ചാൽ മതി. 19-ാം അധ്യായം 13-ാം വാക്യം, 27-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ ഒന്നുകൂടെ പറയാം. സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം 9-ാം വാക്യം, 19-ാം വാക്യം, 25-ാം അധ്യായം 24-ാം വാക്യം, 19-ാം അധ്യായം 13-ാം വാക്യം, 27-ാം അധ്യായം 15-ാം വാക്യം. ഈ വാക്യങ്ങളെല്ലാം പരിശോധിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം അവിടെ പറയുന്നുണ്ട്. എന്താണ്? ഒരു പ്രത്യേക പ്രയോഗം അവിടെ ഉണ്ട്. കലഹക്കാരത്തിയായ സ്ത്രീ, അല്ലെ, ക്വാറൽസം വുമൺ എന്നൊരു പ്രയോഗം അവിടെ കാണുന്നത്. അവിടെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഉണ്ട്, കലഹക്കാരത്തിയായ സ്ത്രീയോടുകൂടെ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പോയി പാർക്കുന്നത് നല്ലത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. സ്ത്രീയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെയാണ് എന്നൊക്കെ നമ്മൾ ആ വാക്യങ്ങളൊക്കെ അവിടെ വായിക്കുന്നല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാര്യ എന്ന നിലയിൽ ഓരോ സ്ത്രീകളെയും ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഭവനത്തിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഭവനത്തിന്റെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ സമാധാനം കൊടുക്കുന്ന ഒരു ഭാര്യയാണ്. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ആശ്വാസം കൊടുക്കുന്ന ഒരു ഭാര്യയാണ്. ഞാൻ പഴയ നിയമം പഠിച്ച സമയത്ത് ഹന്ന എന്ന് പറയുന്ന ശമൂവേലിന്റെ മാതാവിനെ കുറിച്ച്, നമ്മൾ ഹന്ന എന്ന് പറയുന്ന ശ്രേഷ്ഠയായ സഹോദരിയെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ഹന്നയുടെ ഭർത്താവായ എൽക്കാന ഹന്നയ്ക്ക് ഒത്തിരി അനുഗ്രഹമായി തീർന്ന ഒരു ഭർത്താവായിരുന്നു. നമ്മൾ ആ ഭാഗത്തൊന്നും ഞാൻ വായിച്ചപ്പോൾ ഹന്ന ഒരു വാക്കുപോലും പറയുന്നതായിട്ട് ഞാൻ അവിടെ കണ്ടില്ല. പ്രത്യേകിച്ച് പെനീന കൂടെയുള്ള ഭവനത്തിൽ ഒത്തിരി വാക്ക് തർക്കങ്ങൾ, ഒത്തിരി കുത്തലുകൾ, ഒത്തിരി പ്രയാസമുള്ള ഘട്ടങ്ങളുള്ള ആ ഭവനത്തിൽ ഹന്ന എതിരായിട്ടോ അല്ലെങ്കിൽ ആ ഭവനത്തിന്റെ സമാധാന അന്തരീക്ഷം കളയുന്ന രീതിയിൽ ഹന്ന അവിടെ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടോ നമ്മൾ അവിടെ വായിക്കുന്നില്ല. അതെന്റെ ജീവിതത്തിൽ അതെന്നെ ഒത്തിരി സ്പർശിച്ചു. തന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ട്, എന്നാൽ ആ സമയത്ത് തനിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ ദൈവം കൊടുത്തു. അറ്റ് ദ സെയിം ടൈം ഇത്രയും പ്രതികൂലമുള്ള ആ ഭവനത്തിൽ പെനീന കൂടെ തന്നെ കുത്തി പറയുമ്പോൾ ഹന്നായിക്ക് തനിക്കുള്ള അവകാശത്തിൽ നിന്നുകൊണ്ട് ആ ഭവനത്തിൽ ഒരു അസ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാക്കാമായിരുന്നല്ലേ. പക്ഷെ ഹന്ന അത് ചെയ്തതായിട്ട് നമ്മൾ അവിടെ കാണുന്നില്ല.
ഹന്ന ആ ഭവനത്തിന്റെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. അറ്റ് ദ സെയിം ടൈം മറ്റൊരു സഹോദരിയെ കൂടി ഞാൻ കാണിക്കാം, ഇയ്യോബിന്റെ ഭാര്യ. നമ്മൾ ഇയ്യോബിന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെയാ പ്രിയമുള്ളവരെ വായിക്കുന്നത്? ഇയ്യോബിന്റെ മക്കൾ നശിച്ചു, തനിക്കുള്ള സമ്പത്ത് നശിച്ചു, തന്റെ ശരീരം ക്ഷയിച്ചു. ഈ സാഹചര്യം എല്ലാം ഒരുപോലെ ആഞ്ഞടിച്ചപ്പോൾ ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പറഞ്ഞത് എന്താ? നീ ഇനി നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുവാണോ? ദൈവത്തിനെ കേഴ്സ് ചെയ്തിട്ട് പോയി ചാക് എന്നാണ് ആ സ്ത്രീ ഇയ്യോബിനോട് പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നത്. നോക്കിക്കേ, ഈ രണ്ട് ഭാര്യമാർ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. ഒരാൾ ഒരു കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിച്ചപ്പോൾ മറ്റൊരു വ്യക്തി സ്വന്തം ഭർത്താവിനെതിരായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യോബിന് സമ്പത്ത് ഉണ്ടായിരുന്നപ്പോൾ, യോബിന് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ, യോബിന് എല്ലാം ഉണ്ടായിരുന്നപ്പോൾ കൂടെ നിൽക്കാൻ ആ ഭാര്യയ്ക്ക് പറ്റി. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ തനിക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു ഭാര്യയാണ് നമ്മൾ അവിടെ കാണുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഭർത്താവിന് ഒരു വിശ്വസ്ത ഭാര്യയായിട്ടാണോ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്? ആ ഭർത്താവിന് കുടുംബത്തിൽ നിങ്ങൾ സമാധാനം കൊടുക്കുന്നുണ്ടോ? ഓരോ ഭർത്താക്കന്മാരും പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കടന്നു വരാൻ അവർക്ക് സന്തോഷമാണോ തോന്നുന്നത്? അതോ ഭാരമുള്ള ഹൃദയത്തോടാണോ ഒരു ഭവനത്തിലേക്ക് കടന്നു വരുന്നത്? പ്രിയമുള്ളവരെ, കലഹമുള്ള ഒരു സ്ത്രീയാണോ താങ്കൾ? വീട്ടിന്റെ അകത്ത് അസ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? പ്രത്യേകിച്ച് ഈ കൊറോണ സീസണിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ജോലി നഷ്ടപ്പെട്ട ഒത്തിരി പിതാക്കന്മാരുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പിതാക്കന്മാരെ കുറിച്ച് എനിക്കറിയാം. ഒരു ഭാര്യ എന്ന നിലയിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് താങ്കൾക്ക് തന്നിരിക്കുന്ന ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നത്? ഓ, വീട്ടിലൊന്നുമില്ല, ജോലിയൊന്നുമില്ല, നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്, വീട്ടിലെ കാര്യം എന്തുവായി തീരും, നിങ്ങൾ പോയി അധ്വാനിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ തകർന്നിരിക്കുന്ന ഭർത്താവിനെ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണോ? അതോ ആ ഭർത്താവിന് ആ സമയത്ത് ഒരു ആശ്വാസം പകരുന്ന സ്ത്രീയാണോ താങ്കൾ? വിശ്വാസ സത്യങ്ങളിലേക്ക് കടന്നു വരാത്ത ഭർത്താക്കന്മാരുള്ളവരുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കണം, ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഒരു ഭാര്യ എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ ഒരു സ്യൂട്ടബിൾ ഹെൽപ്പർ എന്ന നിലയിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം നിൽക്കുന്നത്? ഞാൻ പറയുന്നതിനെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത്. ഒരു പിതാവിനെയാണല്ലോ ആ ഭവനത്തിൽ ബ്രെഡ് വിന്നറായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഒരു ലേസി പിതാവിനെ കുറിച്ചല്ല, ഒരു ലേസി ഹസ്ബൻഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാതെ, കുടുംബത്തെ കുറിച്ച് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പിതാവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് പോലും ഭവനത്തിന് ആവശ്യമായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന പിതാക്കന്മാർ, അതിനെ ഓർത്ത് ഉള്ളത്തിൽ ഖേദിക്കുന്ന പിതാക്കന്മാർ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. ഈ കൊറോണ സാഹചര്യത്തിൽ അവർ ഉള്ളിൽ നീറുന്നുണ്ട്. എന്തുവായിത്തിരി കുടുംബത്തെ എങ്ങനെ ഞാൻ പുലർത്തുന്നത്? അങ്ങനെ പുറത്തുപോലും പറയാൻ കഴിയാതെ ഉള്ളിൽ ഒതുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു സ്യൂട്ടബിൾ ഹെൽപ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിനെ നിങ്ങൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ നിൽക്കുന്നത്? അദ്ദേഹം ഭാരപ്പെടുന്നത് കാണുമ്പോൾ, അദ്ദേഹം ആരും അറിയാതെ മാറിയിരുന്ന് കരയുന്നത് കാണുമ്പോൾ, പ്രിയ സഹോദരി, പ്രിയ ആന്റി, ഭാര്യ എന്നുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന താങ്കൾ എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ്, ഒരു പക്ഷെ ചിലപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നുപോയ തെറ്റായിരിക്കാം, ആ സമയത്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി പ്രയാസ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണോ ശ്രമിക്കുന്നത്? ആ വിഷമ ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് ഈ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് കൂട്ടായി നിന്ന് ഈ ഒരു ഘട്ടത്തെ തരണം ചെയ്യുവാനുള്ള ആത്മിക ബലം പകർന്നു കൊടുക്കുന്ന വ്യക്തിയാണോ താങ്കൾ? ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ഭർത്താക്കന്മാരെ ഇട്ടേച്ചു പോകുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഭർത്താവിനെ ഇട്ടേച്ചു പോകാതെ ആ സാഹചര്യത്തിൽ ദൈവം ഒരുമിച്ച് തന്ന ഉടമ്പടി ബന്ധത്തിനകത്ത് കഷ്ടതയുടെ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരുമിച്ച് കൈയോട് കൈ കോർത്തിരുന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തിന്റെ ശബ്ദം കേട്ട് തീരുമാനമെടുത്ത് ഒരു ഭർത്താവിന് വിശ്വസ്ത ഭാര്യയായിരിക്കുന്ന ഒരു ചുമതലയിൽ ആയിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? അങ്ങനെ ഈ ലോകത്തെ താങ്കൾ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ?
തകർക്കപ്പെട്ട കുടുംബ ജീവിതങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഒരു മാതൃകയായി തീരുന്നുണ്ടോ? ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് എതിരായി നിൽക്കുന്ന കുടുംബങ്ങളിൽ നിങ്ങൾ ഭർത്താവിനെ ബഹുമാനിക്കുന്നതും അദ്ദേഹത്തോടൊപ്പം ഒരു കമ്പാനിയനായി നിൽക്കുന്നത് കണ്ടിട്ട് ഇമ്പാക്ട് ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എത്ര പേരെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത് ചിന്തിക്കണം. അതുപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാര്യയുടെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് വാക്കുകൾ കൊണ്ടുള്ള ബലപ്പെടുത്തൽ. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് വീഴ്ത്തിയ ഒത്തിരി സഹോദരിമാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഹവ്വയെ കുറിച്ച് കാണുന്നല്ലോ. ആഡമിനെ എങ്ങനെ ഹവ്വ ഇൻഫ്ലുവൻസ് ചെയ്തത്? ദൈവത്തിന്റെ ശബ്ദം കേട്ട ആഡത്തിനെ മാനുഷികമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് വശീകരിച്ച് കളഞ്ഞ ഒരു ഹവ്വയെ നമ്മൾ കാണുന്നു. ദൈവത്തിന്റെ ശബ്ദത്തിന് മുകളിലായി മാനുഷ്യ ശബ്ദത്തിന് അവിടെ ഒരു പ്രാധാന്യത കൊടുത്ത ഒരു വ്യക്തി, ആഡമിന് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയി തീർന്ന ഈവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതുപോലെ തൻ്റെ ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ ഒരു ബുദ്ധിപരമല്ലാത്ത അല്ലെങ്കിൽ ദൈവഹിത പ്രകാരമല്ലാത്ത അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ചിന്ത, ഒരു ആലോചന കൊടുത്ത് അബ്രഹാമിന്റെ ആ കുടുംബത്തിൽ, തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നം, ഒരു പ്രയാസത്തിന് ഇടയാക്കി തീർത്ത സാറായിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ അല്ലെങ്കിൽ തന്നെയും ജേക്കബിന്റെ അമ്മ റിബേക്ക എങ്ങനെയാണ് ജേക്കബിനെ നെഗറ്റീവായിട്ട് വാക്കുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങളെ ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കും. നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ഒരു ഇൻഫ്ലുവൻസ് ആയി തീരുവാൻ നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുക ആ ഒരു വലിയ റോളിൽ. എന്നാൽ ഈ വീഴ്ത്തപ്പെട്ട സഹോദരിമാർ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ട ചില സഹോദരിമാരും കൂടെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഉപവാസത്തിൽ ഇരുന്ന് അവിടെ ആവശ്യമായ ദൈവിക ആലോചന പ്രാപിച്ച് കിങ് ആയിട്ടുള്ള, രാജാവായിട്ടുള്ള അഹശ്വരോഷിന് മുമ്പിൽ ചെന്ന് ആ തൻ്റെ റിക്വസ്റ്റ് കൊടുത്ത ഒരു എസ്തേറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവിടുത്തെ ദൈവിക ആലോചന പ്രകാരം അവിടെ ഒരു ഉദ്ധാരണം ഉണ്ടായതും നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദെബോറയെ കുറിച്ച് മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച ദെബോറ, ആ സമയത്ത് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ബാരാക്ക്, ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച ഒരു സ്ത്രീ, ആ ആലോചന പ്രകാരം നീങ്ങുന്ന ഒരു കൂട്ടം. നോക്കിക്കേ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് നശിപ്പിക്കാനും കഴിയും, സ്ത്രീകൾക്ക് പണിയാനും കഴിയും. ഏതു ഭാഗത്താണ് താങ്കൾ നിൽക്കുന്നതെന്നുള്ളത് ഇന്ന് രാത്രി ഒരു സ്വയ അവലോകനം ചെയ്യാമോ? വാക്കുകൊണ്ട് എങ്ങനെയാണ് താങ്കൾ താങ്കളുടെ ഭർത്താവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഒരു വിഷമഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്നൊരാലോചന പ്രാപിച്ച് ആ സമയത്ത് ആ വിഷമഘട്ടത്തിൽ ഭർത്താവിന് ബലം പകർന്നു നിൽക്കാൻ ദൈവത്തിൽ നിന്നൊരാലോചന പ്രാപിക്കുന്ന ഭാര്യയാണോ താങ്കൾ? ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കുന്ന വ്യക്തിയാണോ? ഒരു പ്രയാസഘട്ടം വരുമ്പോൾ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം അറിവിൽ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ച്, മറ്റുള്ളവർ എക്സ്പീരിയൻസ് കണ്ട്, കൂട്ടുകാരിയുടെ വാക്ക് കേട്ട് എന്തെങ്കിലും കാര്യം ഭവനത്തിൽ വന്ന് പറഞ്ഞ് ഭവനത്തിൽ അസ്വസ്ഥത വരുത്തുന്ന വ്യക്തിയാണോ? അതോ ഒരു പ്രയാസഘട്ടം വരുമ്പോൾ, ഒരു പ്രയാസ സാഹചര്യം വരുമ്പോൾ, ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ ആലോചന കേട്ട് സ്വന്തം ഭർത്താവിനോട് ചേർന്ന് നിന്ന് ആ സമയത്ത് ആ വിഷമഘട്ടം തരണം ചെയ്യാൻ ദൈവകൃപ പ്രാപിച്ച ഒരു ഭാര്യയാണോ താങ്കൾ? അങ്ങനെ താങ്കൾ താങ്കളുടെ ഭർത്താവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കാമോ ഈ രാത്രികാലം? പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഭവനത്തിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ഒരു കാരണവശാലും ആ ഭർത്താവിന് ഒരു അനുഗ്രഹമായി തീരുവാൻ താങ്കൾക്ക് കഴിയത്തില്ല. ദൈവകൃപയിൽ വന്നിട്ടില്ലാത്ത ഭർത്താവിനെ അധികം നിങ്ങൾ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തുകയേ ചെയ്യത്തുള്ളൂ. എന്നാൽ മനസ്സിലാക്കണം, നമുക്ക് ഒത്തിരി നല്ല മാതൃകകൾ ഈ വചനത്തിലുണ്ട്. ദൈവകൃപ പ്രാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവം കൊടുത്ത ആലോചന പ്രാപിച്ച് അതാത് സമയങ്ങളിൽ ഒരു ഉദ്ധാരണത്തിന്, ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്ത നല്ല സ്ത്രീ രത്നങ്ങളെ നമുക്ക് മാതൃകയാക്കാനുണ്ട്.
ഭാര്യമാരെന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, സ്വന്തം ഭർത്താക്കന്മാർക്ക് എങ്ങനെയാ നിങ്ങൾ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിത്തീരുന്നത്? ഈ രാത്രിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാമോ? നമ്മൾ ഒരുമിച്ച് ഇത്രയും കാര്യങ്ങളാണല്ലോ ഇന്ന് ചിന്തിച്ചത്. ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കട്ടെ. ഒരു മകൾ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ എങ്ങനെയാ ഒരു ദൈവകൃപയുള്ള വ്യക്തി എന്ന നിലയിൽ ഇൻഫ്ലുവൻഷ്യൽ ആകേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളെ ഒരുമിച്ച് ചിന്തിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.